ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇവിടെ നാം ചിന്തിപ്പാനും പഠനവിധേയമാക്കുവാനും പോകുന്ന വിഷയം അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്ന ന്യായവിധി എന്ന വിഷയം സംബന്ധിച്ചാണ്. ഈ ലോകത്തിൽ ഇക്കാലയളവുകളിൽ ജീവിക്കുന്ന അറിവായ ഏതൊരാളിനും വളരെ സുപരിചിതമായ ഒരു പദമാണിത്. ന്യായത്തെ വിധിക്കുക അഥവാ ന്യായമായ വിധി പുറപ്പെടുവിക്കുക തുടങ്ങിയ അർത്ഥവ്യാപ്തി ഈ പദം തരുന്നുണ്ട്. ഈ പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന വസ്തുത ഇതൊരു കോടതി ഭാഷയാണ് എന്നുള്ളതാണ്. കോടതിയുമായി ബന്ധപ്പെടുത്തി ഈ പദത്തെ നാം നിരീക്ഷിക്കുമ്പോൾ അവിടെ ന്യായമായി വിധിക്കുന്ന ഒരു ന്യായാധിപൻ ഉണ്ടാകണം, വാദിയും പ്രതിയും ഉണ്ടാകണം, വാദിക്ക് വേണ്ടിയും പ്രതിക്ക് വേണ്ടിയും വാദിക്കുന്ന വക്കീലന്മാർ ഉണ്ടാകണം. ഇവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ സാക്ഷികൾ ഉണ്ടാകണം. ഇവിടെ നാം പ്രതിപാദിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്ന ഈ വാക്യത്തെ മുകളിൽ പറയപ്പെട്ട ഇത്രത്തോളം കാര്യങ്ങളെ ഉൾക്കൊണ്ട് വേണം നാം പഠനവിധേയമാക്കേണ്ടത്. ആദ്യമായി ന്യായവിധി എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയാം. ന്യായവിധി എന്ന പദം സാധാരണയായി നിയമപരമായോ ധാർമ്മികമായോ ഉള്ള ഒരു തീർപ്പിനെയോ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. ബൈബിളിൽ ന്യായവിധി അഥവാ ജഡ്ജ്മെൻ്റ് എന്നത് കേവലം ശിക്ഷാവിധി മാത്രമല്ല, ദൈവത്തിൻ്റെ നീതി, രക്ഷ, ഉപദേശം, വേർതിരിവ് അഥവാ വേർപാട് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ബൈബിളിൽ ഈ ആശയം പ്രതിനിധീകരിക്കുന്ന പ്രധാന പദങ്ങളും അവയുടെ അർത്ഥങ്ങളും തുടർന്ന് ശ്രദ്ധിച്ചാലും, ഒന്നാമതായി ക്രീമ എന്ന ഗ്രീക്ക് പദം, അതിൻ്റെ അർത്ഥം വിധി, ശിക്ഷാവിധി, തീരുമാനം തുടങ്ങിയതാണ്. ഒരു വ്യക്തിയുടെയോ ജനങ്ങളുടെയോ പ്രവൃത്തികൾക്കുള്ള ദൈവികമായ വിലയിരുത്തലും അതിൻ്റെ ഫലമായുള്ള ശിക്ഷാവിധിയെയുമാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി ക്രിസിസ് എന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം ന്യായവിധി, നീതി, വ്യവഹാരം തുടങ്ങിയവയാണ്. ദൈവത്തിൻ്റെ നീതിപൂർവമായ പരിശോധനയെയും ശരിയും തെറ്റും തമ്മിൽ വേർതിരിക്കുന്നതിനെയും ഇത് കാണിക്കുന്നു. മൂന്നാമതായി മിഷ്പട്ട് എന്ന എബ്രായ പദമാണ്. അതിൻ്റെ അർത്ഥം നീതി, വിധി, ന്യായമായ തീരുമാനം തുടങ്ങിയവയാണ്. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന നിയമങ്ങളും ന്യായമായ തീരുമാനങ്ങളും സത്യസന്ധമായ ജീവിത രീതികളെയും ഇത് അർത്ഥമാക്കുന്നു. നാലാമതായി സഡക്, സഡാക്ക തുടങ്ങിയ എബ്രായ പദമാണ്. അർത്ഥം നീതി, ധർമ്മം തുടങ്ങിയവയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള നീതിയെയും മനുഷ്യർ പരസ്പരം പുലർത്തേണ്ട നീതിപൂർവമായ പെരുമാറ്റത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു. ബൈബിളിൽ നിന്ന് ന്യായവിധി എന്ന വാക്കിന് ഒരു നിർവചനം പറയുകയാണെങ്കിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു തന്ന ആ വചനത്തേക്കാൾ സുവ്യക്തമായത് മറ്റൊന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17 മുതൽ 19 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ.